ഇരിക്കാൻ പറ്റില്ല, വയസ്സായ ആള് ആരാർപ്പണം ചെയ്യുമ്പോ. അപ്പൊ സൈഡ് മാറ്റി പിടിച്ചോളാം. വളരെ ആരാധികയാണ് എന്റെ. ക്യാമറയിലൊന്ന് നോക്കിയോ. നമ്മുടെ സംഘടനാ പ്രവർത്തനം എപ്പോഴും തന്നെ സഹചാരിയുമായിരുന്ന ഹരിയേട്ടനെ സ്വാഗതം ചെയ്യും. ചെന്താമരേട്ടൻ ഇപ്പോൾ പഴയ ശങ്കരനാരായണൻ സാറുടെ പി ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരാളാണ് ചെന്താമരേട്ടൻ. ഫിനാൻസ് മിനിസ്റ്റർ മനസ്സിലായി. പിന്നെ ഇവിടെ സംഘടനയുടെ വളർച്ചയ്ക്ക് മുമ്പ് പ്രവർത്തിച്ച അശോകന്റെ അച്ഛൻ, അതായത് രാധേട്ടനെ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. കുട്ടിയാട് നോക്കൂ, ക്യാമറയിൽ നോക്കൂ. കുട്ടി ഉണ്ണി കൈ തരൂ. കുട്ടിയാട് നോക്കുക ക്യാമറയിൽ. ഭാര്യയാണ്, ഇനി നമ്മളോട് 2 വാക്ക് പറയാൻ ശോഭ ചേച്ചിയെ ഈ വേദിയിലേക്ക് സ്വാഗതം. പേര് വേദിയിലുള്ള ആദരണീയായിട്ടുള്ള പ്രമീള ചേച്ചി, നിയോജക മണ്ഡലത്തിന്റെ അധ്യക്ഷൻ ശ്രീമാൻ ശശി, സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ NTUവിന്റെ സംസ്ഥാന ലീഡർ ശ്രീനിമാഷ്, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട നിയോജകമണ്ഡലത്തിന്റെ ചുമതലക്കാരനായിട്ടുള്ള ശ്രീ അശോക്, മെമ്പറുമാണ് ശ്രീമതി പത്മപ്രിയ, പത്മശ്രീ, അതുപോലെ മിഥുൻ, എൻ്റെ മുന്നിലുള്ള സ്നേഹനിധികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. വളരെ ഒരു ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തണം എന്നുള്ള ഉദ്ദേശത്തിലല്ല ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്നിരുന്നാലും 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. കഴിഞ്ഞ 70 വർഷം കേരളത്തിൽ മാറിയും മറിഞ്ഞും LDFും UDFും ഈ നാടിൻ്റെ ഭരണത്തിന് നേതൃത്വം നൽകി. ഒരു മനുഷ്യായുസോളം അവസരം കിട്ടിയിട്ടും ഇപ്പോഴും പറയുന്നത് ഒരു 5 കൊല്ലം നമ്മളെ നോക്കിയാൽ ഇപ്പം ശരിയാക്കി തരാം എന്നാണ്. അപ്പം ഇത്ര കാലം MLA ആകാൻ, MP ആകാൻ, മന്ത്രിമാരാകാൻ ഒക്കെ ഈ പാലക്കാട് ജില്ലയിൽ നിന്ന് അവസരം കിട്ടിയപ്പോൾ എന്തുകൊണ്ടാണ് നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ എന്താഗ്രഹിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ഇവിടുത്തെ കർഷകരുടെ കണ്ണീരൊപ്പാനും ഇവിടുത്തെ വ്യവസായ വികസനത്തിനും ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനും ഇവിടുത്തെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാനും നല്ല കളിക്കളം ആഗ്രഹിക്കുന്ന, നല്ല കരുത്തുള്ള സ്പോർട്സ് മേഖലയിൽ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും ഒക്കെ നന്നായി കളിക്കാൻ മിടുക്കുള്ള ഈ പാലക്കാട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് എന്ന ചോദ്യം, അത് വീട്ടിൽ തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികകളുമായി വരുന്നവരോട് ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മമാർ സഹോദരന്മാർ ചോദിക്കണം. നമ്മുടെ ബന്ധുക്കളോട്, നമ്മുടെ കുടുംബാംഗങ്ങളോട്, കോൺഗ്രസിലോ മാർക്സിസ്റ്റിലോ പണിയെടുക്കുന്നവരുണ്ടെങ്കിൽ അവരോട് പറയണം, കേരളത്തിലെ
മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ വാക്കുകളിൽ ചിലർ, അതിലൊരാളായിരുന്നു ആലപ്പുഴയിലെ ശ്രീമാൻ സുധാകരൻ സർ. ഇപ്പോ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാനും നിങ്ങളും കേൾക്കുകയാണ്. അദ്ദേഹത്തെ എന്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് എന്നും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടുകഴിഞ്ഞു. കോൺഗ്രസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ കേരളം കണ്ട വലിയ രാഷ്ട്രീയ ചാണക്യനായിരുന്ന ശ്രീമാൻ കരുണാകരന്റെ മകൾ ശ്രീമതി പത്മജ ഇന്ന് നമ്മുടെ പാർട്ടിയിൽ നമ്മുടെ കൊടിയും പിടിച്ച് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. അതുപോലെ തന്നെ അഖിലേന്ത്യാ തലത്തിൽ നമ്മുടെ പാലക്കാടിലെ പഴയ രാജഗോപാൽജി പറയുമായിരുന്നു, രാജേട്ടൻ പാലക്കാട് നിന്ന് ഡൽഹിയിൽ പോയാൽ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത്രയും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പൊതുപരിപാടിയിൽ പറയാൻ തയ്യാറായിട്ടുള്ള ആന്റണി, ആ കേന്ദ്രമന്ത്രി ആന്റണിയുടെ മകൻ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചുമതലയിൽ പ്രവർത്തിച്ചു വരികയാണ്. ഓരോ ദിവസവും കോൺഗ്രസിൽ നിന്നും മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും നമ്മുടെ പാർട്ടിയിലേക്ക് ആളുകൾ കടന്നു വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നിരിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട് വീടാന്തരം പുത്തൂരിലെ നമുക്ക് നല്ല വോട്ടുണ്ട്, ശരിയാണ്. പക്ഷേ പുത്തൂരിന്റെ അപ്പുറത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് പരിശോധിക്കാൻ നോക്കാൻ നമ്മുടെ ആളുകൾ പ്രത്യേകമായിട്ട് സജ്ജരാകണം എന്ന് കൂടി സൂചിപ്പിക്കാൻ തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീധരൻ സാറിന് കുറഞ്ഞ വോട്ടുകൾക്കാണ് ശ്രീധരൻ സാർ പരാജയപ്പെട്ടു പോയത്. അന്ന് ഒരുപക്ഷെ അദ്ദേഹം ജയിച്ചിരുന്നു എങ്കിൽ നമുക്ക് ഈ ഒരു സാഹചര്യം പാലക്കാടിന് ഉണ്ടാകില്ലായിരുന്നു. പാലക്കാട് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇന്ന് കേന്ദ്രത്തിൽ നിന്ന് എന്തു ചോദിച്ചാലും കൊടുക്കുന്ന ഒരു പ്രൈം മിനിസ്റ്ററും ഒരു ഹോം മിനിസ്റ്ററും രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകിയാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വന്ന് പ്രസംഗത്തിൽ പറഞ്ഞത് നല്ല ടെക്നോളജി അറിയുന്ന, നല്ല സ്കില്ലുള്ള, നല്ല കാര്യപ്രാപ്തിയുള്ള, ടൂറിസം മേഖലയ്ക്ക് എത്ര കണ്ട് മുന്നേറാൻ സാധിക്കുമോ അത്രയും മുന്നേറാൻ സാധ്യതയുള്ള, പ്രകൃതി രമണീയമായിട്ടുള്ള നമ്മുടെ ഈ നാട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് മോദിജി പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മോദിയാണ് ഗ്യാരണ്ടി എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയുകയുണ്ടായി. അപ്പൊ ജനം കാണുമ്പോൾ സ്റ്റാർട്ടപ്പിന്റെയും സ്റ്റാൻഡപ്പിന്റെയും മേക്ക് ഇൻ ഇന്ത്യയും ഒക്കെ രാജ്യവ്യാപകമായി പുരോഗമനത്തിലെത്തുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനും നമ്മുടെ കുട്ടികൾക്ക് ജോലിക്ക് പോകാനും കേരളത്തിൽ മാത്രം ഒന്നുമില്ല. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിലേക്ക് നികുതി വരുന്നത് നോൺ ടാക്സ് റവന്യൂ ധാരാളം വരുന്നുണ്ട്. കേരളത്തിലെ നോൺ ടാക്സ് റവന്യൂ വരുന്നത് ലോട്ടറി കച്ചവടത്തിലൂടെയാണ്. എവിടെയും പാവപ്പെട്ട മനുഷ്യർ ഈ ലോട്ടറി കച്ചവടം നടത്തി കിട്ടുന്ന ആ ആനുകൂല്യത്തിൽ നിന്നുള്ള നോൺ ടാക്സ് റവന്യൂവും കൂടാതെ മദ്യം വിറ്റഴിച്ചുകൊണ്ടുള്ള റവന്യൂവും ഒഴിച്ച് നമുക്ക് വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടോ? ഉണ്ടായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ? ആ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തു അത് കേരളത്തിൽ ഉണ്ടാക്കുന്നത് മാനമര്യാദയ്ക്ക് കൊണ്ടു നടക്കാൻ സാധിക്കാത്തത് കൊണ്ട് ആ അസംസ്കൃത വസ്തു വാങ്ങാനായിട്ട് ഇപ്പോ തമിഴ്നാട്ടിലേക്ക് പോകേണ്ട സാഹചര്യം. നമ്മുടെ പാലക്കാടിലെ കർഷകരുടെ കയ്യിൽ നിന്നും ആലപ്പുഴയിലെ 2 സ്ഥലങ്ങളാണല്ലോ കൃഷിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത്, ഏറ്റവും പേരുകെട്ടത്. ആ ആലപ്പുഴയിലെയും പാലക്കാടിലെയും നെൽകർഷകരുടെ നെല്ല് പാടത്ത് കൂട്ടിയിട്ട് അവർക്ക് പണം കൊടുക്കാതെ ആന്ധ്രയിൽ പോയി അരി വാങ്ങാൻ പോകുന്ന രാഷ്ട്രീയക്കാരുടെ നാടാണ് ഈ കേരളം എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് നയം പറയണം, ആ നയം രൂപീകരിക്കണം, ഈ നാടിനെ മുന്നോട്ട് നയിക്കണം. അതിന് ആവശ്യമായ രീതിയിൽ നമ്മുടെ ജനങ്ങളുടെ മനസ്സിലേക്ക് കേന്ദ്ര ഭരണത്തിന്റെ നേട്ടങ്ങൾ വിവരിച്ചുകൊണ്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കും എന്ന് മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന മുഴുവൻ ആളുകളും തലയിൽ കൈവച്ച് അനുഗ്രഹിക്കണമെന്നും കൂടുതൽ പ്രസംഗിക്കാനൊന്നും നേരമില്ല. ഓരോ സ്ഥലങ്ങളിലും ആളുകൾ കാത്തു നിൽക്കുകയാണ്. ഇന്ന് 4:30 മണിക്കാണ് ഞങ്ങൾ തുടങ്ങിയത്.
4:30 മണിക്ക് പത്രം വിതരണം ചെയ്യുന്ന ആളുകൾക്കിടയിൽ നിന്നാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞപ്പോൾ പിന്നീട് നടക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് പോയി, സ്പോർട്സ് ആ മേഖലയിലെ കുട്ടികളുടെ ഇടയിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഒരു 2-4 ചാനലുകൾക്ക് അവർക്ക് ഇന്റർവ്യൂ, പിന്നെ ഒരു 10-16 സ്ഥലങ്ങളിൽ ഇതുപോലെ ആളുകൾ കൂടിയിരിക്കുമ്പോൾ അവരെ കാണുക, അവരോട് സംസാരിക്കുക. ഇതൊക്കെയാണ് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഇന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം അമ്മമാർ, സഹോദരന്മാർ, മറ്റു രാഷ്ട്രീയ പാർട്ടികളിലെ പരിചയക്കാരോട് പറയണം. എന്താണെന്നറിയുമോ? കഴിഞ്ഞ 30 വർഷം കേരളത്തിൽ പൊതുപ്രവർത്തനം ചെയ്തതിന്റെ അറിവുള്ള ഒരാളാണ് ഞങ്ങളുടെ ശോഭ, ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറയണം. കഴിഞ്ഞ 10-30 വർഷക്കാലത്തോളം കേരളത്തിൽ ഏതൊരു വിഷയം നടക്കുമ്പോഴും അതിൽ പ്രതികരിക്കുന്ന, അത് സമരമാണെങ്കിൽ സമരം, പോരാട്ടമാണെങ്കിൽ പോരാട്ടം, ആളുകളെ കാണാൻ പോകലാണെങ്കിൽ അങ്ങനെ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ നിയമസഭയിൽ പോകുന്നതല്ലേ ഒരാഴ്ച പോലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാത്ത ഈ 2 സ്ഥാനാർത്ഥികളും പോകുന്നതിനേക്കാൾ നല്ലത് എന്ന് അമ്മമാരും സഹോദരന്മാരും നിങ്ങൾ വീടുകളിൽ ചോദിക്കണം. ആ ചോദ്യം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ എല്ലാം മാറിമറിയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ തന്നെ ഞങ്ങൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും ആളുകൾ നമ്മളെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ കാണുന്നുണ്ട്. ഭാര്യമാർ ഉമ്മറത്തിരിക്കുകയാണ്, അവർ കൈപിടിക്കുന്നുണ്ട്. ചുമതലക്കാരായിട്ടുള്ള ഭർത്താക്കന്മാർ പുറത്തേക്ക് വരുന്നില്ല, കാരണം നമ്മുടെ കൂടെ ക്യാമറയുണ്ട്. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, BJP പാലക്കാട് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ അതിന്റെ അഗ്രേസരന്മാരായിട്ട് നിൽക്കുന്ന ആളുകളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് സമയം കൂടുതൽ സംഘടനാത്മകമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നതിനും ഷാലിട്ട് സ്വീകരിച്ചതിനും ഒക്കെ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് 5 കോടി രൂപയാണ് ഒരു MLA-യുടെ വികസന ഫണ്ടെങ്കിൽ 700 കോടിയുടെ പ്രൊജക്ട് അത് 3 മാസം കൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വെക്കും എന്ന് വാക്ക് നൽകിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് മുന്നിൽ നിൽക്കുന്നത്. അതിന് എല്ലാ നമ്മുടെ ബന്ധങ്ങളും, എല്ലാ നമ്മുടെ കേന്ദ്രമന്ത്രിമാരുടെ പ്രവൃത്തികളും ഉദാഹരിച്ച് മനസ്സിലാക്കി അതുകൂടി ഇഴചേർത്ത് കൊണ്ടായിരിക്കും പാലക്കാടിന്റെ വികസനത്തിന്റെ മുന്നേറ്റത്തിൽ നമ്മൾ നിൽക്കുന്നത് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വന്ദേ മാതരം.